ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ നിലപാടിൽ നിന്ന് മാറി വിശ്വാസികൾക്കെതിരായ നിലപാടെടുത്തതോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ അതിശക്തമായ പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലാക്കൊല ചെയ്യുന്ന തരത്തിലുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നു. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുന്നു. എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്നുള്ള ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ മുൻ നിലപാട് നേരത്തെ യുവതി പ്രവേശനം വേണ്ട എന്നുള്ളതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. ശബരിമലയിൽ സ്ത്രീകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയതോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു. എന്തു വന്നാലും ഇതിന് കൃത്യമായ കണക്ക് ചോദിച്ചിരിക്കുമെന്നാണ് അയ്യപ്പ വിശ്വാസികൾ പറയുന്നത്. എ പത്മകുമാറിനോട്, ഇടതുപക്ഷ സർക്കാരിനോട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇടതുപക്ഷ അംഗങ്ങളോടൊക്കെ തന്നെ കണക്ക് ചോദിക്കാൻ തയ്യാറാകുന്നു, കണക്ക് നിങ്ങൾ പറയേണ്ടി വരും എന്നുള്ള തരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചാരണങ്ങൾ വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ വിവാദമായ ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എ പത്മകുമാർ പരസ്യ നിലപാടെടുത്തിരുന്നത് അത് വിശ്വാസികൾക്കൊപ്പമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ള തരത്തിലായിരുന്നു. ആ രീതിയിൽ പക്ഷേ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുനഃപരിശോധനാ ഹർജി നൽകണം എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അത് വിശ്വാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരസ്യമായി ശാസിച്ചിരുന്നു, പരസ്യമായി വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി വിരട്ടി എന്ന വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടുത്ത അമർഷത്തിലായിരുന്നു, കടുത്ത അസംതൃപ്തിയിലായിരുന്നു, തന്റെ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റം വലിയ തോതിൽ വിമർശനങ്ങൾ വരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ 5 പൈസ കാണിക്കയിടരുത് എന്ന വാദഗതികൾ ശക്തമാകുന്നു. വിശ്വാസികൾക്കൊപ്പമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകൾ നിൽക്കേണ്ടത്. വിശ്വാസികൾക്കൊപ്പമല്ലാത്ത ദേവസ്വം ബോർഡിനെ ഇനി വേണ്ട. ആ തരത്തിലാണ് കാര്യങ്ങൾ മാറുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ നിലപാട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാട് മാറ്റം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡുകൾക്ക് കടുത്ത വിമർശനം നേരിടേണ്ടി വരുന്നു. ദേവസ്വം ബോർഡുകൾ അടച്ചുപൂട്ടണം എന്ന ആവശ്യം വരുന്നു. ദേവസ്വം ബോർഡുകൾ നിൽക്കേണ്ടത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി, ക്ഷേത്ര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി, വിശ്വാസങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. വിശ്വാസികളെ തള്ളിക്കളഞ്ഞ, ക്ഷേത്രങ്ങളെ തള്ളിക്കളഞ്ഞ, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തള്ളിക്കളഞ്ഞ ദേവസ്വം ബോർഡുകൾക്ക് ഇനി ക്ഷേത്ര ഭരണത്തിൽ തുടരാൻ, ക്ഷേത്രത്തിന്റെ അവകാശത്തിൽ തുടരാൻ അർഹതയില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡുകൾ ഇനി വേണ്ട എന്ന പ്രചരണം ശക്തമാകുമ്പോൾ ഒരു പൈസ പോലും, ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുത്. ദേവസ്വം ബോർഡുകളുടെ പഠിപ്പിക്കണം, കണക്ക് പഠിപ്പിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കണക്ക് പറയിപ്പിക്കും, പിണറായി വിജയനെ കണക്ക് പറയിപ്പിക്കും അടക്കം പകവീത്തലിന്റെ സ്വഭാവം പ്രചരണത്തിലുടനീളം, സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള പ്രചരണങ്ങളിലുടനീളം കാണുന്നുണ്ട്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ വരുമാനത്തെ എങ്ങനെ ബാധിക്കും, ശബരിമലയെ എങ്ങനെ ബാധിക്കും? ഇത് വലിയൊരു ക്യാമ്പയിൻ ആകാൻ പോകുന്നു. ഭക്തർ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ മലക്കം മറിച്ചിലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തൊക്കെയായാലും ഭക്തർക്കൊപ്പം നിൽക്കുമെന്നുള്ള വിശ്വാസം അമ്പയെ മുറിഞ്ഞിരിക്കുന്നു, അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നശിച്ചു കാണാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഭക്തർ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ പ്രാവർത്തികമായും എങ്ങനെ ഈ ബോർഡുകളോട്, ബോർഡിന്റെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളോട് പ്രതിഫലിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. കാണിക്ക ബഹിഷ്കരണം അടക്കമുള്ളവ, ഭക്തജനങ്ങൾ ബോർഡിന്റെ ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കുക അടക്കമുള്ള പ്രചരണങ്ങൾ എന്തായാലും ശക്തമായി കഴിഞ്ഞു.